എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ് സ്നേഹവും സന്തോഷവും സമാധാനവും പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡും എല്ലാം ആഗ്രഹിക്കുന്നു. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും നെഗറ്റിവിറ്റിയിലും അല്ലെങ്കിൽ ദുഃഖത്തിലും ദുരിതത്തിലും ഒക്കെ കഴിഞ്ഞു പോകുന്നതിന് പ്രധാന ചില കാരണങ്ങളുണ്ട്. ലോകവ്യാപകമായിട്ട് കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് പോലുള്ള സ്ഥലങ്ങളിലും പല യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇതിൻ്റെ സൈക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിനെക്കുറിച്ച് പല പഠനങ്ങളും നടത്തി പല കാര്യങ്ങളും ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ലോകത്തിലെ എല്ലാവർക്കും അത് അപ്ലൈ ചെയ്യാമെങ്കിൽ സന്തോഷം വരാവുന്നതാണ്, പോസിറ്റീവായിട്ടിരിക്കുന്നതാണ്, റിച്ചായിട്ട് കഴിയാവുന്നതാണ്, അവർക്ക് ജീവിതത്തിൻ്റെ ഉയർന്ന നിലകളിലേക്ക് പോകാവുന്നതാണ്. അങ്ങനെ ആറ്റിക്കുറുക്കിയ ചില പഠനങ്ങളിലേക്ക് വെളിച്ചത്തിൽ നമ്മൾ ഒരു നല്ല രീതിയിൽ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി അല്ലെങ്കിൽ നല്ല സമാധാനമായി സന്തോഷമായി ഹൈ വൈബ്രേഷണൽ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയും. നല്ല വൈബ്രേഷൻ, നമ്മുടെ മനസ്സിൻ്റെ വൈബ്രേഷണൽ ആറ്റിറ്റ്യൂഡ് പല രീതിയിലുണ്ട്. ലോവർ വൈബ്രേഷണൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് ലോവർ രീതിയിലുള്ള ചിന്തകൾ, ദുഃഖങ്ങൾ, എല്ലാം നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഹൈ വൈബ്രേഷണൽ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുമുണ്ട്. ഈ ഹൈ വൈബ്രേഷനിലേക്ക് നമ്മൾ വരണം. നമ്മുടെ ബ്രെയിനിൻ്റെ വേവ്സുകൾ ഹൈ വൈബ്രേഷൻ, അത് പലപ്പോഴും റിസർച്ചുകളിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ആൽഫ തരംഗങ്ങൾ, അത് വളരെ ഒരു ഹയർ വൈബ്രേഷനുള്ള തരംഗങ്ങളിലേക്ക് പോകണം. അപ്പം അതിനുവേണ്ടി നമുക്ക് ബാഹ്യമായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് ലോകത്തിൽ പലപ്പോഴും നമുക്ക് ബാഹ്യമായി ചെയ്യാവുന്നതുമായ പല കാര്യങ്ങളും, ബാഹ്യമായി പലതും ചെയ്യുമ്പോഴാണ് ആന്തരികമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു ശരീരമൊക്കെ തന്നിരിക്കുമ്പോൾ നമുക്ക് ബാഹ്യമായിട്ട് പലതും ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒരു 12 കാര്യങ്ങൾ, അതായത് ഒരു ആറ്റിക്കുറിക്കിയ കുറേ കാര്യങ്ങളാണ്. ഹൈ വൈബ്രേഷനിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ടും ഉയർന്ന ചിന്താഗതിയിലേക്ക് പോകാനും ധനപരമായി നിങ്ങൾ ഉയരാനും അധികാരത്തിൽ നിങ്ങൾ ഉയരാനും ഏത് രീതിയിലായാലും നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ലോകവ്യാപകമായി നടന്ന ചില റിസർച്ചുകളുടെ ഒരു ചെറിയ ആറ്റിക്കുറിക്കിയ സംഗ്രഹമാണ് പറയുന്നത്. നമുക്ക് അധികം സമയമെടുക്കാതെ ചില കാര്യങ്ങളിലേക്ക്, ഒരു 12 കാര്യങ്ങളിലേക്ക്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും 12 കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമതായിട്ട് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. ഒന്നാമത് നമ്മൾ ഒരു വിശ്വാസം അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റും നമ്മൾ ആരെയാണ്, നമ്മളെന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് സഹവസിക്കുന്ന ഒരു 5-6 ആൾക്കാരുടെ ആവറേജാണ് നമ്മളെന്നാണ് സാധാരണ സൈക്കോളജിക്കൽ പഠനങ്ങൾ പറയുന്നത്. നമ്മൾ ആരുമായിട്ട് സഹവസിക്കുന്നു, ആരുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു, ആരുടെ കൂടെ കൂടുതൽ ജീവിക്കുന്നു, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെയും ചിന്താഗതികളെയും നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും ഒക്കെ ആശ്രയിക്കുന്നതാണ്. അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ്, അത് ഉയർന്ന ചിന്താഗതികൾ നമുക്ക് കണ്ടാലറിയാം. ചില മനുഷ്യരുടെ ഇടയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അത് പ്രത്യേകം മനസ്സിലാകും. ഒരു പ്രത്യേകതരം ആൽഗയിൽ തന്നെ ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിയിട്ടുണ്ട്. ഈ ആൽഗ മറ്റ് സസ്യങ്ങളിൽ നിന്ന്, അതിൻ്റെ പേര് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, കൽമഡോണോഡോസ് എന്നൊക്കെയാണ് അതിൻ്റെ പേര്. അതൊരു ആൽഗയാണ്. ഇത് മറ്റു സസ്യങ്ങളിൽ നിന്ന് പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ടുകൊണ്ട് അത് നടത്തുന്നതായിട്ട് ബയോളജിസ്റ്റുകൾ റിസർച്ച് നടത്തിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ സസ്യങ്ങളിൽ ഇതാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനിൽ തീർച്ചയായിട്ടും നമ്മൾ ഹൈ വൈബ്രേഷനുള്ള ഒരാൾ ചെല്ലുമ്പോൾ ലോ വൈബ്രേഷനുള്ള ആൾ ഹൈ വൈബ്രേഷനുള്ള എനർജിയെ പിടിച്ചെടുത്തുകൊണ്ട് അവർക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചിലരുടെ ചുറ്റും ഇരിക്കുമ്പോൾ വളരെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള സന്തോഷം ലഭിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാരുടെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ നെഗറ്റീവ് വൈബ്രേഷനാണ്. അവർക്ക് ദുഃഖം, നമ്മൾ നല്ല സന്തോഷത്തോടെ പോകുകയാണെങ്കിൽ നമുക്കിവിടെ ദുഃഖം കനീഭവിച്ചൊരവസ്ഥയെ നമ്മൾ പെട്ടെന്നൊരു മൂഡ് ഓഫ് ആവുന്നതൊക്കെ നമുക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു വ്യക്തിത്വമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും സറൗണ്ട് യുവർ സെൽഫ് വിത്ത് നല്ല പോസിറ്റീവ് ടൈപ്പിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക. എപ്പോഴും ശുഭാപ്തികരമായ കാര്യങ്ങൾ പറയുന്നവരും മറ്റുള്ളവരുടെ കുറ്റം പറയുന്നിടക്ക് പോയി അവർ നിങ്ങളുടെയും കുറ്റം പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയാനായിട്ട് നമുക്കൊരു പ്രത്യേക വിവേകമുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഹൈ വൈബ്രേഷനുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക. അത് നിങ്ങൾ അവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുഃഖമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിന് ഒരു വാല്യൂ ആഡ് ചെയ്തു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുരുതരമായ പ്രശ്നത്തിലാകപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ തീർച്ചയായിട്ടും കണ്ടെത്തിയിട്ട് അവരുടെ സ്ഥലത്ത് നിന്ന് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അവരോടൊന്ന് ചെറുതായിട്ട് സംസാരിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വൈബ്രേഷൻ മൂഡ്, നമ്മുടെ ബ്രെയിനിൻ്റെ വൈബ്രേഷൻ മൂഡൊക്കെ മാറുന്നതാണ്. മൈൻഡ് വളരെ കാമാവുന്നതും ക്വയറ്റാവുന്നതുമായിട്ടൊക്കെ കാണാം. അപ്പോൾ അത്തരം ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ സഹവസിക്കാനായിട്ട് ശ്രമിക്കണമെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. നമുക്കൊരു പോസിറ്റീവ് മൈൻഡും പോസിറ്റീവ് രീതിയിലുള്ള ആൾക്കാണ് ഹൈ വൈബ്രേഷനൊക്കെ ലഭിക്കണമെങ്കിൽ ഇത്തരം നിങ്ങളെക്കാട്ടിൽ ഹൈ വൈബ്രേഷനുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് പ്രത്യേകിച്ച് അവൈലബിൾ ആണ്. നമുക്ക് പ്രത്യേകം കണ്ടുപിടിക്കാം. അവരുമായിട്ട് അല്ലെങ്കിൽ സ്ഥലം, ചിലപ്പോൾ അതൊരു ബിഷപ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു വൈദികനായിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളായിരിക്കും, നല്ലൊരു ഒറേറ്റർ ആയിരിക്കാം, നല്ല ആദർശമുള്ള ഒരാളായിരിക്കും. നമുക്ക് കുറേ നാൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഹൈ വൈബ്രേഷൻ മൂഡ്, നിങ്ങളെക്കാട്ടിൽ ഹൈ വൈബ്രേഷനുള്ള മൂഡുള്ള ആൾക്കാരുമായിട്ട് ചെല്ലുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ചെയ്യില്ല. അല്ലെങ്കിൽ നിങ്ങൾ വേറെ സ്ഥലത്തോട്ട് ചെയ്യുമ്പോൾ താഴ്ന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടേണ്ടെന്നല്ല, അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ നിന്ന് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാനായിട്ടും സാധിക്കും. ഇത് രണ്ട് രീതിയിൽ വൈസ് വേഴ്സ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാം. എപ്പോഴും ഹൈ വൈബ്രേഷനിൽ ഉപയോഗിക്കാം,
നിങ്ങൾ നല്ല ഹൈ വൈബ്രേഷൻ ഉള്ളതാണെങ്കിൽ താഴെ ഉള്ള ഒരാളെ ഉത്തേജിപ്പിക്കാനും അയാളെ നിങ്ങളുടെ വൈബ്രേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാനും നമ്മൾ പ്രത്യേകം ശ്രമിക്കണം. അപ്പോൾ ഇത് നമ്മളപ്പോൾ ഹൈ വൈബ്രേഷൻ കൂട്ടുവാനായിട്ട് നമ്മുടെ വേവിൽ നിന്നുള്ള ആൾക്കാരെയാണ് കൂടുതൽ നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ വൈബ്രേഷൻ മൂഡ് നമുക്ക് കൂട്ടുവാനായിട്ട് ഹൈ വൈബ്രേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നൊരു വലിയ ശ്രമം ആവശ്യമുണ്ട്. നമ്മൾ ലോ എനർജിയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഹൈ വൈബ്രേഷനിൽ പോകണം എന്നുള്ള അതിയായ ഒരു ത്വര. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലോട്ട് നമ്മൾ പോവുകയും നമുക്ക് മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കാനും നിങ്ങളുടെ സാന്നിധ്യം തന്നെ വളരെ അനുഗ്രഹപരമായ തീരുവെന്നൊക്കെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നു. അതായിട്ട് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വിജയികൾക്കും പരാജിതർക്കും രണ്ട് ബോഡി ലാംഗ്വേജ്. അതുകൊണ്ട് ചേഞ്ച് യുവർ ബോഡി ലാംഗ്വേജ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ആസ്പെക്ട്. ബോഡി ലാംഗ്വേജ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൊക്കെ പറയുന്ന പോലെ നമ്മുടെ ശരീരവും മനസ്സും, സൈക്കോവും സോമാറ്റിക്, സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സ്, അല്ലെങ്കിൽ സോമ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന ശരീരത്തിൻ്റെ ഭാഷകളെ മനസ്സിൻ്റെ ഭാഷകളെ ശരീരവും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ സൈക്കോ സോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ബോഡിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠനം നടത്തുന്നുണ്ട്. വിജയാളികളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയാളികളായിത്തീരും. ഇതിനെക്കുറിച്ചൊക്കെ റിസൾട്ട് നടത്തിയിട്ടുണ്ട്. 2003 സെമ്യൂൺ ആൻഡ് ഡേവിഡ് ഇത് രണ്ടുപേരും 2003 ഒരു വളരെ വിശാലമായ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊരു റിസർച്ച് നടത്തി. ആ റിസർച്ചിനകത്ത് അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ വളരെ തന്നെ. പവർ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ പവർ പോസ്റ്ററുകളുണ്ട്. നമ്മൾ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരിരിക്കുന്ന പവർ പോസ്റ്റർ, ഒരു 2-3 പോസ്റ്ററുകൾ മാത്രം നമ്മൾ ഒരു ദിവസം 2 മിനിറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് അതിശയകരമായ ഫലങ്ങളുണ്ടാവുന്നതാണ് ഈ സിമോനും ഡേവിഡും ചേർന്നുള്ള റിസർച്ചിൽ തെളിയിച്ചത്. അപ്പോൾ 2 മിനിറ്റായാലും മതി. പവർ പോസ്റ്റേഴ്സിനെ കുറിച്ചുള്ളൊരു പടം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പലതും പവർ പോസ്റ്റേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഇരിക്കുന്നതും, അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അങ്ങനെയുള്ള 2-3 പോസ്റ്റേഴ്സ് തന്നെ ഒരു ദിവസം നമ്മൾ 2 മിനിറ്റെങ്കിലും അഡാപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പവർ ബൂസ്റ്റിംഗ് ആണ്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ വളരെ ബൂസ്റ്റ് ചെയ്യുന്ന ഈ 2003 ഈ റിസർച്ച് സ്റ്റഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് അമീക്കടിയാണ്. അമീക്കടി എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ഇതിനെക്കുറിച്ച് 3 പോസ്റ്ററുകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് വിവരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു 3 പോസ്റ്റേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ 20% നമുക്ക് ഇൻക്രീസ് ഇൻ കോൺഫിഡൻസ്, അതിൻ്റെ ഹോർമോൺസ് ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ കൂടുമെന്നാണ് പറയുന്നത്. 20% ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ അറിയാം, ആത്മവിശ്വാസം നൽകുന്ന ഹോർമോണാണ്. ഈ പവർ പോസ്റ്ററുകൾ 2-3 നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് തന്നെ 20% നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടാനുള്ള സാധ്യതയും, അതുപോലെ സ്ട്രെസ് ഹോർമോൺ 25% റെഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ് അമീക്കടി പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ട്രെസ് കോർട്ടിസോളിൻ്റെ അളവ് വളരെ കുറയുകയും അത് 25% റിഡക്ഷൻ ചെയ്യുകയും ചെയ്യുന്നു. 20% ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺസിൽ ഒന്നായ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഹോർമോൺ കൂട്ടുകയും ചെയ്യുന്ന ഈ അമീക്കടി എന്ന് പറഞ്ഞ ഈ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ദീർഘനാൾ നീണ്ടുന്ന റിസർച്ചാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ ബോഡി ലാംഗ്വേജ് ആത്മവിശ്വാസത്തോടെ നിൽക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ആത്മവിശ്വാസം തുളുമ്പുന്ന ബോഡി ലാംഗ്വേജ് പലപ്പോഴും മറ്റുള്ളവരെ ആത്മവിശ്വാസത്തിലാക്കാനും ഒക്കെ സാധിക്കും. നമുക്കറിയാം, ഒരു വിഷമത്തിലിരിക്കുന്ന ഒരാളുടെ ബോഡി ലാംഗ്വേജ് വളരെ സ്റ്റൂപ്പിംഗ്, വളരെ വിഷമത്തിലാണ്, തല നേരെ മുഖത്തോട്ട് നോക്കാതെ സ്റ്റൂപ്പിംഗ് ആയിട്ടുള്ള നേച്ചറുള്ള ബോഡി ലാംഗ്വേജുകളാണ് അവർക്കുണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത്തരം ബോഡി ലാംഗ്വേജുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി, നമുക്ക് സന്തോഷം വരുന്നില്ലെങ്കിലും നമുക്ക് ചിരിച്ചുകൊണ്ട് പല കാര്യങ്ങളും, ചിരിയൊക്കെ കണ്ടേജിയസ് ആണ്, നമുക്ക് ചിരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ചിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ വിഷമം നിറഞ്ഞ സന്ദർഭങ്ങളെ സന്തോഷകരമായിട്ട് ആക്കാൻ സാധിക്കും. ഒരു അഭിനയം പോലെയാണ്. പലപ്പോഴും ഡ്രാമാറ്റിക് ആയിട്ടുള്ള അഭിനയങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന മോഹൻലാലിനോടോ മമ്മൂട്ടിയോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ചില അഭിനയങ്ങൾ കഴിയുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരാൻ കുറേ സമയം എടുക്കും. അഭിനയത്തെയും ഒന്നും ബ്രെയിനിന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. നമ്മൾ സന്തോഷകരമായ ഒരു പോസ്റ്റർ എടുക്കുമ്പോൾ ആ സന്തോഷകരമായ പോസ്റ്ററുകളുടെ രീതിയിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു വലിയ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് രണ്ടാമതായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. നമ്മുടെ ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഹോർമോൺ വളരെ കൂടും. അതുപോലെ സ്ട്രെസ് റിഡക്ഷനുള്ള കോർട്ടിസോളിൻ്റെ അളവ് കുറയും. ഇതെല്ലാം ഈ ബോഡി ലാംഗ്വേജിൽ നമുക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. പവർ പോസ്റ്ററുകൾ നിങ്ങൾ പഠിക്കുക. പവർ പോസ്റ്ററുകൾ എന്ന് വെച്ചാൽ ലോകത്ത് വിജയിച്ച ആൾക്കാർ ഉപയോഗിക്കുന്ന പവർ പോസ്റ്ററുകളുണ്ട്. അത് നിങ്ങൾ ഇതിനകത്ത് ഞാൻ കുറച്ച് മാതൃകളൊക്കെ കാണിച്ചിട്ടുണ്ട്, പടം കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇങ്ങനെയുള്ള പവർ പോസ്റ്ററുകൾ എടുക്കുക. അതാണ് അടുത്തൊരു സംഭവം, ചേഞ്ച് ഒരു ബോഡി ലാംഗ്വേജ്. മൂന്നാമതായിട്ട് ടേക്ക് സം ടൈം ഔട്ട്. കുറച്ച് പ്രപഞ്ചവുമായിട്ടൊക്കെ ബന്ധപ്പെടുക. നമ്മളെപ്പോഴും ടെക്നോളജിക്കൽ യൂത്തിൽ നമ്മൾ മൊബൈലിലും ഗാഡ്ഗറ്റ്സുകളിലും ഒക്കെ മുഴുകി കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമയം അതിൽ നിന്നെല്ലാം മാറി, നമ്മുടെ വർക്കുകളിൽ നിന്നെല്ലാം മാറി ഒരു നടക്കാൻ പോകാം, ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ പോകാം, ഒരു മരത്തിൻ്റെ ചൂട്ടിൽ കുറച്ചേരം ഇരിക്കാം, നക്ഷത്രങ്ങളെ നോക്കുവാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ സൂര്യൻ്റെ വെയിൽ കൊള്ളുവാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കാം, കുറച്ച് സമയം കൃഷിപ്പണിക്കായിട്ട് മണ്ണ് കയ്യിൽ പറ്റാത്തതുകൊണ്ടാണ് ഒരുപാട് മാനസിക അസ്വസ്ഥങ്ങൾ ഉണ്ടാകുന്നൊക്കെ റിസർച്ചുകളുണ്ട്. കുറച്ച് നേരം ഒരു കൃഷിപ്പണിക്കായിട്ട് നമ്മുടെ കൈ മണ്ണിൽ പിരളുന്ന രീതിയിൽ പ്രപഞ്ചവുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക. ഈ ടേക്ക് സം ടൈം ഔട്ട്, അതൊക്കെ ഒരു 10-15 മിനിറ്റ് ആയാലും കുറച്ച് സമയം എല്ലാ ദിവസവും സസ്റ്റൈനബിളായിട്ട് കൊണ്ടുപോകും. സസ്റ്റൈനബിൾ എന്ന് വെച്ചാൽ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു ശീലമാണ്. സസ്റ്റൈനബിലിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനം. നിലനിന്ന് പോകാത്ത ശീലങ്ങളില്ലാത്തതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഇന്റർ കോർപ്പറേഷൻ എന്നുള്ള ഒരു പ്രൊജക്റ്റ് വരയ്ക്കുമ്പോൾ ഒരു സായിപ്പ്
സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് ഞാൻ ഒരു 3 ദിവസം ഒരു ക്ലാസ് സൂര്യ ഇൻ്റർനാഷണൽ എറണാകുളത്ത് അറ്റൻഡ് ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി ഇല്ല, നമ്മളൊരു കക്കൂസ് പണിഞ്ഞാലും അത് ഉടനെ നശിച്ചു പോകുന്നു. സസ്റ്റൈനബിലിറ്റി ഇല്ല. അമേരിക്കയിലെ ന്യൂയോർക്കിലെ സ്വാതന്ത്ര്യ പ്രതിമയാകുന്ന ആ പ്രതിമ നോക്കാനായിട്ട് 100-300 പേര് അന്ന് മുതൽ എൻഗേജ് ഉണ്ട്. അത് തുടർച്ചയായിട്ട് സസ്റ്റൈനബിളായിട്ട് പരിപാലിക്കുമ്പോഴാണ് ആ സ്വാതന്ത്ര്യ പ്രതിമ ഇപ്പോഴും നിലനിൽക്കുന്നത്. നമുക്കിപ്പോൾ ന്യൂയോർക്കിൽ ഇറങ്ങിയാലും നമുക്ക് ആ സ്വാതന്ത്ര്യ പ്രതിമ കയ്യിൽ ദീപശിഖയുമായിട്ട് നിൽക്കുന്നത് കാണാം. അതിന് സസ്റ്റൈനബിളായിട്ട് തന്നെ പരിപാലിക്കും. അപ്പോൾ നമ്മുടെ ഹാബിറ്റുകളെ ആണെങ്കിലും സസ്റ്റൈനബിളായിട്ട് ഒരു സമയം വെളിയിൽ പോകാനും ഒക്കെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത 5ാമത്തെ. സമയം പോകുന്നുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല. ഇത് അത് നമ്മുടെ പല ഹാപ്പി ഹോർമോൺസുകളെ ഉദ്ദീപിക്കുന്നതാണ്. നാച്ചുറലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു ബ്രേക്ക് കൊടുക്കുക വർക്കിൽ നിന്നല്ല. അടുത്ത 5ാമതായിട്ട് ഒരു ഫൈൻഡ് സം ഇൻസ്പിറേഷന് വേണ്ടി, അതായത് നമ്മൾ ഒരു വേദഗ്രന്ഥമാണെങ്കിലും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പോസിറ്റീവ് മോട്ടിവേഷനുള്ള ബുക്കോ അല്ലെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ അപ്പുറമായ സാഹചര്യങ്ങളിൽ കടന്നുപോയ ആൾക്കാരുടെ ഓട്ടോബയോഗ്രഫി വായിക്കുന്നത്, അല്ലെങ്കിൽ ഇൻസ്പിറേഷനായിട്ടുള്ള കഥകൾ കേൾക്കുന്നത്, ഇൻസ്പിറേഷനായിട്ടുള്ള ഒരു ടോക്ക് കേൾക്കുന്നത്, ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും നമ്മൾ കളയരുത്. ഒരു പ്രസംഗം കേൾക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് പോകണം. അത് ചിലപ്പോൾ നിങ്ങളുടെ ചർച്ചിലാകാം, നിങ്ങളുടെ അമ്പലത്തിലാവാം. അവിടേക്ക് പോയി ഒരു ഇൻസ്പിറേഷണൽ ടോക്ക്, നമ്മുടെ ജീവിതത്തിൽ ഇൻസ്പിറേഷൻ ആവശ്യമുണ്ട്. പലരും മടിച്ചു പോകും. ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഇൻസ്പിറേഷണൽ ടോക്കുകളിൽ കൂടെ നമ്മുടെ ജീവിതം തന്നെ മറിഞ്ഞെന്ന് വരാം. അപ്പോൾ ഇൻസ്പിറേഷൻ സ്ഥിരമായിട്ട് വേണം. നല്ല ഒത്തിരി ബുക്സുകൾ അവൈലബിൾ ആണ്. നമ്മളൊരു മാസത്തിൽ ഒരു 2 ബുക്കെങ്കിലും ഇൻസ്പിറേഷൻ നൽകുന്ന ബുക്കുകൾ വായിക്കുക എന്നുള്ള ഒരു ഉറപ്പ് വേണം. ഓരോ പ്രഭാതത്തിൽ നമ്മളൊരു കോട്ടിങ്ങോ ഇൻസ്പിറേഷണൽ കോട്ടിങ്ങുകൾ നമ്മൾ സ്ഥിരമായി വായിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഇൻസ്പയർഡ് ആവും. അതൊരു സൈക്കോളജിക്കൽ റിസർച്ചിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഫൈൻഡ് സം ഇൻസ്പിറേഷൻ, ഇതൊരു ലോകത്തിലെ ഒരു വലിയ പ്രിൻസിപ്പിളാണ്. അത് നമ്മൾ കണ്ടെത്തുക. അതുപോലെ 6ാമതായിട്ട് സ്റ്റേ ക്ലിയർ ഫ്രം ഗോസിപ്പ് ആൻഡ് ഡ്രാമ. അതായത് ഗോസിപ്പുകൾ പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം പറയുന്നത് കേൾക്കാനും, ഗോസിപ്പുകൾ കേൾക്കാനും, അല്ലെങ്കിൽ ഹൈ ഡ്രാമ, ചിലപ്പം ചില ആൾക്കാർ കരഞ്ഞൊക്കെ കാണിക്കും. ഇങ്ങനെ ഡ്രാമയിലൊക്കെ നമ്മൾ പങ്കെടുക്കാനും, അപ്പോൾ അവർ കരയുമ്പോഴത്തേക്കും നമ്മൾ ആ ഡ്രാമ അവരൊരു ഡ്രാമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ തന്നെ അവരോട് പങ്കെടുക്കും. പലപ്പോഴും കുറ്റം കേൾക്കാനും പറയാനുമുള്ള ശീലങ്ങൾ ഒഴിവാക്കുമ്പോഴത്തേക്കും നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് ഉടമയായിട്ട് തരും. പലപ്പോഴും ഗോസിപ്പുകൾ അബ്ദുൽ കലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ല ആൾക്കാർ ചെല്ലുമ്പോൾ ഐഡിയയെക്കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ഡ്രീംസിനെ കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ മോശം ആൾക്കാർ 2 പേര് ചേരുമ്പോഴത്തേക്കും ഗോസിപ്പുകൾ മറ്റൊരുത്തിനെ കുറിച്ച് ഇടിച്ച് താഴ്ത്തിക്കൊണ്ട് പറയും. നമ്മൾ മറ്റൊരാളെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു അപ്പോൾ ഒരു സമാധാനം സന്തോഷം കിട്ടിയെങ്കിൽ നമ്മുടെ മൈൻഡുകൾ ഇങ്ങനെയുള്ള ഓപ്പോസിറ്റായിട്ടുള്ള ഒരു വികാരമാണ് നമുക്ക് കൊടുക്കുന്നത്. നമ്മൾ ഇതിനകത്തൊക്കെ ഇമ്മേഴ്സ് ചെയ്യുകയും ഇത്തരം കാര്യങ്ങളിലേക്ക് ഇമ്മേഴ്സ് ചെയ്യപ്പെടുക. അതുകൊണ്ട് ഗോസിപ്പിനോ നല്ല ഐഡിയയെക്കുറിച്ച് സംസാരിക്കുന്നതിനെ നമ്മൾ അടുപ്പിക്കുക. ഗോസിപ്പൊക്കെ വരുമ്പോൾ ആ സ്ഥലത്തു നിന്ന് മാറിപ്പോവുക. ഗോസിപ്പുകൾ സംസാരിക്കാതിരിക്കുക. മറ്റുള്ളവർ പറഞ്ഞ ഗോസിപ്പ് കഴിയുമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വളരെ നന്നാവുമെന്ന് സൈക്കോളജിസ്റ്റുകൾ വളരെയധികം പഠനങ്ങളിൽ കൂടെ തെളിയിച്ചിട്ടുണ്ട്. അത് ഗോസിപ്പുണ്ട്. ചിലർ ഹൈ ഡ്രാമ കളിക്കും, ഇമോഷണൽ ഡ്രാമാസ് കളിക്കും. നമ്മൾ അതിനകത്ത് വീണ്ടും ചില അഭിപ്രായങ്ങൾ എടുക്കും. അങ്ങനെയുള്ള ഡ്രാമാസൊക്കെ നടക്കുന്നത് നമ്മൾ മാറി നിൽക്കുക. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുമ്പോഴും അങ്ങനെയുള്ള ഡ്രാമാസ് നമ്മുടെ ഓപ്പോസിറ്റ് വന്ന് നമ്മളെ ഇഷ്ടപ്പെടാതെ ചില ഡ്രാമാസ് കളിക്കുമ്പോൾ, നമ്മളെ കേൾക്കാതിരിക്കുമ്പോഴൊക്കെ നമ്മളതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബുദ്ധിയുള്ളവരെന്ന നിലയിൽ. അപ്പോൾ നമ്മളങ്ങ് മാറി നിൽക്കുക. അങ്ങനെയുള്ള ഹൈ ഡ്രാമ വരുന്ന ഏരിയാസൊക്കെ നമ്മൾ ഒഴിവാക്കുക. അത് ഗോസിപ്പാൻ്റെ. അതുപോലെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, 7ാമതായിട്ട് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ന്യൂട്രീഷ്യൻസ് ഫുഡ്. ചില നമ്മുടെ ബ്രെയിനിൻ്റെ എനർജിയെ കുറയ്ക്കുന്ന ഒരുപാട് ഫുഡുകളുണ്ട്. ചിലപ്പോൾ അത് ഇപ്പോഴത്തെ പുതിയ യുഗത്തിലെ പല ഫുഡുകളും നമ്മുടെ ഹൈ എനർജി, വായിക്ക് നല്ല രുചിയായിരിക്കും, അകത്തോട്ട് പോയി കഴിഞ്ഞാൽ വളരെ കുഴപ്പമുണ്ടാകുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ പലതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ റോ വെജിറ്റബിൾസ് ഇങ്ങനെയൊക്കെ നേരിട്ട് കഴിക്കുമ്പോൾ അത് ഹൈ എനർജി നൽകുന്നതാണ്. പിന്നെ ഇച്ചിരി വേവിച്ച് കഴിഞ്ഞാൽ അത് 2ാമത്തെ എനർജി ലെവലിലേക്ക് പോകും. പിന്നെ ചിലത് മീറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ 3ാമത്തെ എനർജി ലെവലിൽ നൽകുന്നു. ഹൈ എനർജി നൽകുന്ന റോ ഫുഡ്സ്, യഥാർത്ഥ വെജിറ്റബിൾസും ഒക്കെയാണ്. അതങ്ങനെ നമ്മുടെ ഡയറ്റിൽ അത് കൂടുതൽ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നല്ല യഥാർത്ഥ വെജിറ്റബിൾ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നതൊക്കെയാണ് ഹൈ എനർജി ഫുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എനർജികളെ തന്നെ നമുക്ക് എനർജി നൽകുന്ന ഫുഡുകളെ തന്നെ പല ഗ്രഡേഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈ എനർജി നൽകുന്ന ഡയറക്റ്റ് ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ ഡയറക്റ്റ് വെജിറ്റബിൾസ് ഇതൊക്കെ കഴിക്കുക. അതുപോലെ മീനും കാര്യങ്ങളൊക്കെ നമ്മൾ അധികം വേവിച്ച് കഴിയുമ്പോൾ അയഡിനൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് സംസ്കാരം തന്നെ ഒരുപാട് ഫുഡ് സംസ്കാരം നമുക്ക് ആവശ്യമുള്ള മാത്രം. അത് ജപ്പാൻകാരുടെ കൂട്ട് നമുക്ക് എപ്പോഴും ഒരു 70% വയറ് ഫുള്ളായാൽ മതി, ബാക്കിയുള്ള 30% അവിടെ ഒഴിച്ചിട്ടിരിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ശരീരത്തിലെ 70% നമുക്ക് വെള്ളമായതിനാൽ ധാരാളം എനർജിക്കായിട്ട് വെള്ളം ആവശ്യമുണ്ട്. ഇതൊരു ശുഭാപ്തി വിശ്വാസം വളർത്തി ഹൈ എനർജി ലെവലിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഹൈ മെൻ്റൽ സ്റ്റേറ്റിൽ ഫ്ലോട്ട് ചെയ്യാനും ഒക്കെ ഈ ഒരു ഫുഡ് സംസ്കാരം നമ്മളെ സഹായിക്കും. അതുകൂടാതെ 8ാമതായിട്ട് എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടാണ് ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ ഉയർച്ച സംഭവിക്കുന്നത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആവാനത്തില്ല. പലരും പറയും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആവാനൊന്നുമില്ല.
ഉദാഹരണത്തിന് ഇതുപോലെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കാറുണ്ട്, ആ കാറുണ്ടെങ്കിൽ പോലും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. അപ്പോൾ മറ്റുള്ളവർക്ക് വലിയ കാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് വെച്ചാൽ ആ കാറില്ലാത്ത അവസ്ഥയിൽ എനിക്ക് എന്ത് സംഭവിക്കും? ആ കാറില്ലാത്ത അവസ്ഥയിൽ എനിക്ക് സമയത്ത് ജോലിക്ക് ചെല്ലാനൊക്കത്തില്ല, എൻ്റെ ഒരു കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാനൊക്കത്തില്ല, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ പോകാനൊക്കത്തില്ല, വീടകത്തോട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് സമയത്തൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ആ കാറ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഓരോ സാധനങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്നതിനെക്കുറിച്ച്, അപ്പോൾ അത് മനുഷ്യരായാലും ഭാര്യയെക്കുറിച്ചായാലും നമ്മൾ അത് ഇല്ലാതാവുമ്പോഴുള്ള അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ നമുക്കുണ്ടാകുന്നു എന്നുള്ള ചിന്തിക്കുമ്പോൾ അതിനോടെല്ലാം ഗ്രേറ്റ്ഫുൾ ആവും. നമുക്ക് തന്ന കാറിനോട് എനിക്കിപ്പോൾ നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കത്തില്ല. നല്ല വിദ്യാഭ്യാസത്തിനായിട്ട് ഒരുപാട് നമ്മൾ നന്ദി പറയണം. കാര്യം വെച്ചാൽ നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാമോ, ഇങ്ങനെ അതില്ലാതായാൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നുള്ള നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഗ്രേറ്റ്ഫുൾ ആവും. പലപ്പോഴും ഉള്ളപ്പോൾ ഇതിന് എന്ത് മഹിമ നമ്മൾ അറിയത്തില്ല. പല കാര്യങ്ങളും നമുക്കുണ്ട്. ജോലി ഉള്ള ആളുമായിരിക്കും, എനിക്ക് ചെറിയൊരു ജോലിയാണല്ലോ, പക്ഷെ ചെറിയ ജോലിയാണെങ്കിൽ ആ ലോകത്തിലെ ഭൂരിഭാഗത്തിന് ഒരു ജോലിയില്ല, ഒരു ആഹാരം കഴിക്കാൻ പോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ആ സ്ഥലത്താണ് എനിക്കൊരു ജോലിയെങ്കിലും ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആവുക, ജോലിയെക്കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആവുക, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആവുക, കുട്ടികളെക്കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആവുക, മാതാപിതാക്കളെക്കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആവുക, തന്ന വീടിനായിട്ട് ഗ്രേറ്റ്ഫുൾ ആവുക, വീട്ടിലുള്ള ഓരോരോ കാര്യങ്ങളെക്കുറിച്ച്. ഇപ്പം ഉദാഹരണത്തിന് മനുഷ്യ ശരീരം മാത്രം എടുത്താൽ എന്തോരം ഗ്രേറ്റ്ഫുൾ ആവാനുണ്ട്. ഓരോ സമയത്ത് നടക്കുന്ന ശ്വാസങ്ങൾ, ഈ ജീവനോടെ ഇന്ന് ഭൂമിയിൽ അവശേഷിച്ചിരിക്കുന്ന, ഒരു ദിവസം WHO കണക്ക് പ്രകാരം 10 ലക്ഷം പേരിന്ന് മരിച്ചപ്പോൾ ഞാൻ ഇന്ന് ജീവനോടുള്ളത്. ഇങ്ങനെയുള്ള ശരീരത്തെക്കുറിച്ച്, ശരീരത്തിൻ്റെ കണ്ണ് കാണുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ലോകത്തിലെ ഒരു മില്യൺസ് ഓഫ് ആൾക്കാർക്ക് കണ്ണെന്ന് പറയുന്ന സാധനമില്ല. അവരെ വിഷ്വൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു സംഘടനയുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട CBM എന്ന് പറയും, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മില്യൺസ് ഓഫ് ആൾക്കാർക്ക് കണ്ണ് കാണുന്നില്ല, അവർക്ക് കണ്ണില്ലാതെ ജനിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുള്ളപ്പോഴാണ് നമുക്ക് കണ്ണുള്ളത്, മൂക്കുള്ളത്, ശരീരമുള്ളത്, നല്ല രീതിയിൽ ശ്വസിക്കാൻ കഴിയുന്നത്, ആഹാരം കഴിക്കാൻ കഴിയുന്നത്. അന്നനാളമില്ലാത്ത ആൾക്കാരുണ്ട്, അവർ വെറുതെ ട്യൂബുമായിട്ട് നടക്കുന്നത്. നമുക്ക് നല്ല അങ്ങനെ ശരീരത്തെക്കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആകാം. ഇങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവുക, ഗ്രാറ്റിറ്റ്യൂഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് വരും. പക്ഷേ വെറും അങ്ങ് പോസിറ്റീവ് ആവില്ല, നമ്മൾ ഓരോ കാര്യങ്ങളും ഡെപ്തായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നത്. അതാണ് 8ാമത്തെ കാര്യം. അതുപോലെ 9ാമതായിട്ട് നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് പഠിക്കുക. ഐഡൻറ്റിഫൈങ് ഇമോഷൻസ്. പലപ്പോഴും ഇമോഷൻസ് നമ്മളെ ചതിക്കാറുണ്ട്. ഇമോഷൻസ് രാവിലെ ഒരു ഇമോഷൻ, വൈകിട്ടൊരു ഇമോഷൻ. ഇമോഷൻസിൻ്റെ ശക്തിയിൽ നമ്മൾ ഇമോഷണൽ ബ്രെയിൻ ആണെങ്കിൽ നമ്മളത് മാറ്റണം, റാഷണൽ ബ്രെയിൻ ആക്കി ലോജിക്കലി ഡോമിനൻറ്റ് ബ്രെയിനായിട്ട് മാറ്റണം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്ത പോലെ പലതരം ബ്രെയിനുകളുണ്ട്. ഇമോഷണലി ഡോമിനൻറ്റ് ബ്രെയിനുകളുണ്ട്, ലോജിക്കലി ഡോമിനൻറ്റ് ബ്രെയിനുകളുണ്ട്, ഇമോഷൻ മാത്രമുള്ള ബ്രെയിനുണ്ട്, അതുപോലെ ലോജിക്ക് മാത്രമുള്ള ബ്രെയിനുണ്ട്. ഇതിനകത്ത് ലോജിക്കലി ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ബ്രെയിനാണ് നമുക്ക് ഏറ്റവും നല്ലത്, ലോജിക്കലി ഡോമിനൻ്റ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഇമോഷൻസും ഉണ്ട്, ലോജിക്കും ഉണ്ട്. അല്ല ഇമോഷൻ മാത്രം ഇൻവോൾവ് ചെയ്ത് ജീവിക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ദുഃഖങ്ങളിലേക്കൊക്കെ വഴുതി വിടുവാനുള്ള സാധ്യതയുണ്ട്. ഇമോഷൻസ് മാത്രം അങ്ങനെ ലോജിക്കലി ഡോമിനൻ്റ് ആണെങ്കിൽ ലോജിക്കലി നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. ഇമോഷൻസ് ഒരു പാർട്ടിലുമുണ്ട്. അല്ലാതെ ഇമോഷൻസ് മാത്രമാവുന്നോ ലോജിക്ക് മാത്രമാവുന്നോ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കില്ല. അങ്ങനെയുള്ള ഒരു ബ്രെയിൻ. അപ്പോൾ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഇമോഷണൽ ട്രോമാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ചലഞ്ച് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. അതിനെ നല്ല വികാരങ്ങളാൽ അതിനെ സ്ഥാപിക്കുകയും വേണം. അത് നമ്മുടെ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ അവയർനെസ് ഓഫ് ദ പ്രസൻറ്റ്, അതൊരു പ്രത്യേകമാണ്. സൈക്കോളജിസ്റ്റിൽ പറഞ്ഞത് നമ്മൾ പ്രസൻറ്റ് മൂവ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ശ്രദ്ധയില്ലാതെ പോകുന്നതാണ് ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾക്ക് കാരണം. പ്രസൻറ്റ് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കും, ഈ മൂവ്മെൻറ്റാണ് ഏറ്റവും പ്രധാന മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റിലേക്ക് നമ്മുടെ ശ്രദ്ധ, നമ്മൾ പുതിയ ഗാഡ്ജറ്റുകളും കാര്യങ്ങളൊക്കെ വന്ന് പുതിയ ഒരു ടെക്നോളജിക്കൽ യുഗത്തിൽ പലപ്പോഴും നമ്മുടെ ചിന്തകൾ അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നില്ല. പ്രസൻറ്റ് മൂവ്മെൻറ്റിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാക്ക ചലിക്കുന്നതും അല്ലെങ്കിൽ ഒരു പക്ഷി പറന്നു പോകുന്നതും നമ്മുടെ ചുറ്റുപാടും, നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് ഈ മൂവ്മെൻറ്റിനെ ഇമ്മേഴ്സ് ചെയ്ത് ലീവ് ഇൻ ദ പ്രസൻറ്റ് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കാം. അതായത് അടുത്ത മൂവ്മെൻറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആലോചിച്ചാണ് നമ്മൾ കൂടുതലും നമ്മുടെ സമയങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞാൽ അടുത്ത മൂവ്മെൻറ്റിലാണ് എനിക്ക് സന്തോഷം. പക്ഷെ ഈ മൂവ്മെൻറ്റിൽ തന്നെയാണ് സന്തോഷം എന്നുള്ള പൂർണ്ണമായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. സന്തോഷം ഈ മൂവ്മെൻറ്റിൽ തന്നെയാണ്. ഈ മൂവ്മെൻറ്റുകൾ ചേർന്ന് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഹിസ്റ്ററി ആയിട്ട് മാറിക്കഴിഞ്ഞു. ഫ്യൂച്ചറിന് വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ പ്രസൻറ്റ് മൂവ്മെൻറ്റിൽ നമുക്കുള്ള എല്ലാ ശക്തികളോടും കൂടെ നമ്മളതിനെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രസൻറ്റ് മൂവ്മെൻറ്റാണ് ഏറ്റവും വലിയ ശക്തി. അതാ ദിവസത്തേക്ക് അന്നത്തേക്കുള്ള ക്ലേശം മതി എന്നൊക്കെ ബൈബിൾ പറയാറുണ്ട്. അതുപോലെ നമ്മൾ പ്രസൻറ്റ് മൂവ്മെൻറ്റാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ലൈഫാണ് നമ്മുടെയൊക്കെ എന്ന് പറയും. 30,000 ദിവസങ്ങളൊക്കെ ഉള്ളൂ, 10-100 വയസ്സ് വരെയൊക്കെ ജീവിച്ച. അപ്പോൾ ഓരോ മോമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോ മോമെൻറ്റിലും ചെയ്യേണ്ട കാര്യങ്ങളെ വളരെ സൂക്ഷ്മതയോടെ ചെയ്യാനായിട്ട് സാധിക്കുക. അതിനെ എൻജോയ് ചെയ്യാൻ സാധിക്കുക. അതിൻ്റെ ടേസ്റ്റ്, സ്മെല്ല്, അല്ലെങ്കിൽ അതിൻ്റെ ഹിയറിങ് എല്ലാം നമ്മളതിന് ആ രീതിയിൽ അതിനെ എൻജോയ് ചെയ്യുക. പ്രസൻറ്റ് അതിന് നമുക്ക് മെഡിറ്റേഷൻ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ശരിയായിട്ട് ചെയ്യേണ്ടത്. നമ്മളത് അവയർനെസ് ഓഫ് പ്രസൻറ്റ് അതിന് ഇത് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് 11ാമതായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രയർ പ്രക്രിയ ആവാം,
നമ്മൾ അത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ശ്വാസം മെഡിറ്റേറ്റ് ചെയ്യാം. ദിവസം ഒരു 20 മിനിറ്റ്സ് നമുക്ക് നമ്മുടെ ശ്വാസത്തെക്കുറിച്ച് മാത്രം ഓർത്ത് അത് ശ്വാസം വരുന്നു. ഓരോ സെക്കൻഡ് നമ്മൾ മരിക്കുകയും ജീവിക്കുകയാണ്. ശ്വാസം പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ മരിക്കുന്നു, അകത്തോട്ട് പോകുമ്പോൾ നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ ആകത്തുകൊണ്ട് ശ്വാസത്തിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്ഥലത്തിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ശ്വാസത്തെ മെഡിറ്റേറ്റ് ചെയ്യാം. നിങ്ങളുടെ ശരീരത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. ഈ അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൂടെ ഓടുന്ന ചിന്തകൾ എന്തൊക്കെയെന്ന് ആലോചിച്ചുകൊണ്ട് ഒരു 10-20 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. അതൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്ഥലത്തിരിക്കണം, ഏകാന്തമായ സ്ഥലത്തിരിക്കണം. ഇടയ്ക്ക് സോളിറ്റ്യൂഡിലേക്ക് നമ്മൾ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. എപ്പോഴും തിരക്കിനകത്ത് മുഴുകി കഴിയുമ്പോൾ നമുക്ക് ദേഷ്യവും ഇറിറ്റേഷനൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് പിൻവാങ്ങി ഒരു സ്ഥലത്തേക്ക് സ്വസ്ഥമായി ശാന്തമായിട്ടിരിക്കുന്നതിനാണ് മെഡിറ്റേറ്റ് പറയുന്നത്. നമ്മൾ ഈ ഒരു അവസ്ഥ ഉണ്ടാവണം. ഒരാഴ്ചയിൽ 7 ദിവസം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാതെ ഇടയ്ക്കൊന്ന് പിൻവാങ്ങുകയും കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തുകയും നിങ്ങൾക്ക് വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യുകയും നിങ്ങളൊന്ന് നല്ലൊരു ബുക്ക് വായിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തകരാറുണ്ടോ, ശരീരത്തിന് വേദനകളുണ്ടോ, ഇതൊക്കെ ഒന്ന് ആരാഞ്ഞറിയുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും. മെഡിറ്റേഷൻ ഈസ് എ മെഡിറ്റേഷൻ ആൻഡ് മെഡിസിൻ. ഇത് ഒരേ വാക്കിൽ നിന്നൊന്നാണ്, മെഡിറ്റേഷൻ ആൻഡ് മെഡിസിൻ. ശരീരത്തിന് രോഗം വരുമ്പോൾ മെഡിസിൻ കഴിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ വല്ലാത്ത ഇറിറ്റേഷനും നമ്മളിപ്പോൾ അറിയാം. ചിലപ്പോൾ വെളിയിൽ നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർ സന്തോഷത്തോടെ പെരുമാറിയാൽ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ പിൻവാങ്ങാൻ സമയമായി. മെഡിറ്റേഷൻ ആൻഡ് മെഡിസിൻ എന്ന് പറയുന്നത് ഒരേ വാക്കിൽ എന്ന് പറഞ്ഞാൽ അതൊരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രയർഫുള്ളായിട്ട് നമ്മൾ കുറേ സമയം നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് പിൻവാങ്ങുന്നതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ അപ്പോൾ അത് പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. ഒരു 10 മിനിറ്റ്, അത് വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമൊന്നുമില്ല. നിങ്ങളുടെ ശ്വാസത്തെക്കുറിച്ച് കുറച്ച് നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനെ അകത്തോട്ട് വിടുക, പുറത്തോട്ട് വിടുക. ഈ ശ്വാസമൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ്. വൈകിട്ടാകുമ്പോഴത്തേക്ക് ഈ ലെഫ്റ്റ് നോസ്ട്രിലൂടെ പോകുകയാണെങ്കിൽ അത് വൈകിട്ടാകുമ്പോൾ റൈറ്റ് നോസ്ട്രിലേക്ക്, അത് പ്രപഞ്ചം പലതും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു നോസ്ട്രിലായിരിക്കും എപ്പോഴും വളരെ ക്ലിയർ ആയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഒത്തിരി ഡീപ്പായിട്ട് എക്സ്കവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഈ ശ്വാസം പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് മരിച്ചു. അത് വളരെ ഒരു തുലാസാണ്. ഈ ശ്വാസത്തിലൂടെ മനുഷ്യനെ ദൈവം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ശ്വാസം പോയി കഴിയുമ്പോഴത്തേക്കും പോയി. ശ്വാസമാണ് നിങ്ങളെ നിലനിർത്തുന്നത്. ആകെപ്പാട് ഒരു ശ്വാസത്തിന് തുല്യം നമ്മളെല്ലാം. അപ്പോൾ അത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക. മനുഷ്യൻ്റെ നിസ്സാരത മനസ്സിലാക്കുക. അഹങ്കാരങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഒഴിവാക്കാനായിട്ടൊക്കെ ഈ മെഡിറ്റേഷൻ നല്ലതാണ്. അപ്പോഴത്തേക്കും നമ്മൾ പ്രസൻറ്റ് മൂമെൻറ്റ് ജീവിക്കും. പ്രസൻറ്റ് മൂമെൻറ്റിൽ ജീവിക്കും. ഓരോ പ്രസൻറ്റ് മൂമെൻറ്റും വളരെ എൻജോയ് ചെയ്യാനുള്ളതാണ്. മെഡിറ്റേഷനിൽ കൂടെ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. പിന്നെ 12ാമതായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കുക. എക്സസൈസ് ചെയ്യുക. ദിവസവും നമ്മൾ ഒരു 10-20 മിനിറ്റ് കുറച്ച് വ്യായാമം നടക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ ജോയിൻസുകളും അനങ്ങുന്ന രീതിയിൽ കുറച്ച് എക്സസൈസ് ചെയ്യുകയും അത് ഒരു ദിവസം റെഗുലറായിട്ട് ചെയ്ത് പോകണം. നമ്മളൊരു ദിവസം മുടക്കാനൊന്നും പാടില്ല. എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. മെഡിറ്റേഷനോടൊപ്പം പ്രയർ മെഡിറ്റേഷനിൽ നമുക്കൊന്ന് ഒരുമിച്ച് പറയാനുണ്ട്. എക്സസൈസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ 12 കാര്യങ്ങളെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോയിലൂടെ ഷോർട്ടായിട്ട് നിങ്ങളോട് ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഒരു ജീവിതശൈലി നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അടക്കവും ഒതുക്കവും സന്തോഷവും ഹൈ മൂഡിൽ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യാനും ഒക്കെ ചെയ്തു തുടങ്ങും. ഒരു ദിവസം മോശമായ ആൾക്കാരുമായിട്ട് കൂടുതലുള്ള സഹവാസം, ഇങ്ങനെ ഒരു 12 കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഈ 12 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടപ്പാക്കുക. നിങ്ങളുടെ ജീവിതം കൂടുതൽ ശുഭകരമായിട്ട് തീരട്ടെ. ഹൈ വൈബ്രേഷൻ മോഡിൽ സഞ്ചരിക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ ഓരോരുത്തരും തീരട്ടെ. ലോ എനർജിയിൽ നമുക്ക് സംഭവിക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സസാണ്. ഈ ചോയ്സസിനെ മാറ്റാനായിട്ട് ഇത്തരം മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ഈ ചോയ്സസുകളിലൂടെ നമ്മുടെ ജീവിതത്തെ ഹൈ വൈബ്രേഷൻ മോഡിൽ വർക്ക് ചെയ്യുന്ന അനേകർക്ക് ഉപകാരമാകും. ഈ ഹൈ വൈബ്രേഷൻ മോഡിൽ നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ അനേകർക്ക് ഉപകാരമാവും, അനേകർക്ക് സന്തോഷമായി തീരും, അനേകർക്ക് പ്രതീക്ഷയായി തീരും, അനേകരുടെ ജീവിതങ്ങളെ പ്രശോഭിപ്പിക്കും, അനേകർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഈ ഹൈ വൈബ്രേഷൻ മോഡിൽ മാത്രമേ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. ലോ വൈബ്രേഷൻ മോഡിലായി നിങ്ങൾ തന്നെ നിരാശയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊന്നും ഗൈഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. ഈ ഹൈ വൈബ്രേഷൻ മോഡിലായിട്ട് നിങ്ങൾ ഓരോരുത്തരും വരുവാനായിട്ട് പ്രത്യേകം ഉത്ബോധിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസത്തിൽ കാണാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്. വളരെ നന്ദി. മറ്റൊരു വീഡിയോയുമായിട്ട് വരുമ്പോൾ നിങ്ങളുടെ കമൻസുകൾ അതുപോലെ രേഖപ്പെടുത്തുക. എന്തുതരം വീഡിയോകളാണ് നിങ്ങൾക്കിഷ്ടം, അതിനനുസരിച്ച് ഞാൻ സ്റ്റഡി ചെയ്തും എൻ്റെ മറ്റുമൊക്കെ ഞാൻ അത്തരം വീഡിയോകളും കൂടെ നിങ്ങൾക്ക് ചെയ്തു തരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിർബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. നന്ദി.